എല്ലാവർക്കും നമസ്കാരം. ചില കുട്ടികളിൽ എത്ര ചികിത്സിച്ചിട്ടും വിട്ടുമാറാത്ത അലർജി, ആസ്മ, സ്കിൻ റിയാക്ഷൻസ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പാരൻസ് വളരെയധികം ശ്രദ്ധിച്ചിട്ട് പൊടി, തണുപ്പ് ഇതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് കുട്ടിയെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതെങ്കിലും പലപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും പനി അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് വരുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. കുട്ടി ഏതെങ്കിലും തരത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ എന്നുകൂടി പാരൻസ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം കുട്ടികളിൽ അവരുടെ ഒരു രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറവായിരിക്കും. ഈ രോഗപ്രതിരോധ ശേഷിയും സ്ട്രെസ്സും തമ്മിൽ വളരെയധികം കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ആയിട്ടുള്ള ഒരു ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ ഒരാൾക്ക് അയാളുടെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് അയാളുടെ സ്ട്രെസ്സ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് തികച്ചും ഒരു സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഒരേ കാര്യത്തിന് തന്നെ ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ മറ്റൊരാൾക്ക് അതേ കാര്യം സ്ട്രെസ് ഉണ്ടാക്കിക്കോണം എന്നില്ല. അപ്പോൾ സ്ട്രെസ് എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള സ്ട്രെസ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണെങ്കിൽ, നമ്മുടെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് ആണെങ്കിൽ അതൊരു ഓപ്പോസിറ്റ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് കാലം ഈ ഒരു സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോളൊക്കെ നമ്മളെ ബ്ലഡിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസിനെയൊക്കെ ഇത് സപ്രസ് ചെയ്യും. നമ്മുടെ ഇമ്മ്യൂണിറ്റി പതുക്കെ പതുക്കെ കുറയും, നമുക്ക് അസുഖങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ ഈ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും സ്ട്രെസ്ഡ് ആവുന്നു. ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയുന്നു, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വളരെയധികം കൂടുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുട്ടി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അലർജി കണ്ടീഷൻ തീർച്ചയായിട്ടും ഹൈ ആയിട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ആ കുട്ടി ഒരു വളരെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങളായിരിക്കാം, ഫാമിലിയിലുള്ള മറ്റ് ഇഷ്യൂസ് ആയിരിക്കാം, ഒരുപക്ഷെ ആ കുട്ടി ഫിസിക്കലോ സെക്ഷലോ അബ്യൂസ് ആക്കപ്പെടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമ ഉണ്ടായിരിക്കാം, ഇപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, സ്കൂളിലെ അറ്റ്മോസ്ഫിയർ ഒരുപക്ഷെ ആ കുട്ടിക്ക് പറ്റുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ള ബുള്ളിങ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൊക്കെ ആ കുട്ടി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടിക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാനും ആ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടെത്താനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.